കരുണയുടെ സ്വഭാവം നമുക്കുണ്ടാവണം. എന്തുണ്ടാവണം? കരുണയുടെ സ്വഭാവം നമുക്കുണ്ടാവണം. ഉണ്ടോ കരുണ? ഉണ്ടോന്ന്? അയ്യോ എന്തോരം കരുണയാ! ദേ ഈ കരുണ എന്ന് പറയുന്നത് കുറച്ച് സമയത്തേക്ക് മാത്രം ഉണ്ടായിരിക്കേണ്ടതല്ല കേട്ടോ. ചില സിനിമയും സീരിയലും കാണുമ്പോൾ ചിലരിരുന്ന് കരയും. അയ്യോ എന്നാ സങ്കടകരമായ കാര്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, ദൈവമേ അല്ലേ, ഭയങ്കര കരച്ചിൽ. എത്ര നേരം ഉണ്ടാവും? ആ സിനിമ തീർന്നു കഴിയുമ്പോൾ കണ്ണ് തുടച്ച് നമ്മൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. നമ്മുടെ പല കരുണയും ഉണ്ടല്ലോ താൽക്കാലികമായ കരുണയായിട്ട് പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ റോട്ടിൽ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നു. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അത് ആ റോഡ് സൈഡിൽ പാവപ്പെട്ടൊരു മനുഷ്യൻ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു എന്ന് കരുതുക. അപ്പം നമ്മുടെ ഉള്ളിൽ എന്ത് വരും പെട്ടെന്ന്? കരുണ. ദൈവമേ ഇയാൾക്ക് ആരുമില്ലല്ലോ, കരുണ. ദൈവമേ ഇയാളെ ഒന്ന് സഹായിക്കണമല്ലോ, കരുണ. എന്നിട്ട് ഈ കരുണ വന്ന നമ്മൾ തന്നെ എന്തു പറയും നമ്മളോട്? സാരമില്ല, ഞാനിപ്പോൾ ഇവിടെ നിർത്തി ഇയാളെ സഹായിച്ചില്ലെങ്കിലും വേറെ ആരെങ്കിലും വന്ന് സഹായിച്ചോളൂ, അല്ലേ? നമ്മളോട് തന്നെ ഒരു ആശ്വാസം പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അല്ലെങ്കിൽ ആ സാഹചര്യത്തെ നമ്മൾ അവഗണിക്കും. നമ്മുടെ കരുണ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നൊരു കരുണയായി പലപ്പോഴും അധപ്പതിക്കുന്നു. ശ്രദ്ധിച്ചേ, പെസഹ വ്യാഴാഴ്ച കാല് കഴുകിക്കൊണ്ട് ദേവാലയങ്ങൾ ശുശ്രൂഷ നടത്തിയില്ലേ? എന്ന പോലെ ചില കുടുംബങ്ങളിൽ ചില രീതികളും ആചാരങ്ങളും ഉണ്ട്. അതിലൊരു ആചാരം ഇങ്ങനെയാണ്: കുടുംബനാഥൻ മക്കളുടെ ഭാര്യയുടെ കാല് കഴുകി ശുശ്രൂഷ. ഇവിടെ ആ ആചാരം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ചില സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ചില ആചാരങ്ങളുണ്ട്. അവരെല്ലാ വർഷവും അങ്ങനെ കുടുംബനാഥൻ ഈ ഭാര്യയുടെയും മക്കളുടെയൊക്കെ കാല് കഴുകുന്നത് ചിത്രമെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള എനിക്കറിയാം. എന്നാൽ 2 വർഷം മുമ്പ് ഇയാൾ ഭാര്യയുടെയും മക്കളുടെയും കാല് കഴുകാൻ വേണ്ടി വന്നപ്പോൾ മക്കളും ഭാര്യയും പറഞ്ഞു, ഇയാൾ ഞങ്ങളുടെ കാല് കഴുകി ചിത്രമെടുത്ത് ഫേസ്ബുക്കിൽ ഇടണ്ട. ഇയാൾക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പെരുമാറ്റമൊന്നും വേണ്ട. ഇയാൾ ആദ്യം സ്വഭാവം നന്നാക്കിയിട്ട് മതി കാല് കഴുകൽ ശുശ്രൂഷ. എന്തു മനസ്സിലായി ചേട്ടാ ചേച്ചി? അതായത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കാല് കഴുകുന്നു, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നമ്മൾ പാട്ട് പാടുന്നു, പ്രസംഗം പറയുന്നു, അല്ലേ? കരുണയെക്കുറിച്ച് ഞാൻ പ്രസംഗം പറയുന്നു. പക്ഷേ നമ്മുടെ സ്വഭാവത്തിലില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, സ്വഭാവത്തിലില്ലെങ്കിൽ ഒരു കാര്യമില്ല.